Hi all, welcome to Veranda Malayalam. So, we will go to physics in the 4th session. In the 3rd session, we will check basic level questions. In the 2nd and 3rd, we will check higher level questions. So, IB, Railway, SSC, GD and the exams, science, GK, physics questions we will check. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം റേസിൻ്റെ കുറച്ച് സെഷൻസിനെ പറ്റി പരിചയപ്പെടാം. ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് റേസിലുള്ളത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബേസിക്സ് ക്ലാസ് ആണ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ അക്കാഡമിക്സിൽ വരുന്നത് അരിത്തമെറ്റിക്, ഇംഗ്ലീഷ്, റീസണിങ്, GK ഈ 4 സെഷൻസും കവർ ചെയ്യുന്ന ഒരു പ്രിലിംസ് ലെവലിലുള്ള ബേസിക് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സസ് നിങ്ങളത് അക്വയർ ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ആയിരിക്കും. ആദ്യത്തെ കുറച്ച് സെഷൻ ക്ലാസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സർക്കിൾ അല്ലെങ്കിൽ വർക്ക്ഔട്ട് സെഷൻ എന്നുള്ള രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഈ സെക്കൻഡ് ലെവൽ സർക്കിൾ എന്ന് പറയുന്നത്. തേർഡ് ലെവൽ എക്സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്ക് tier 1 ക്ലിയർ ചെയ്യുന്ന ഒരു ലെവലിൽ നിങ്ങൾ ആയി കഴിയുമ്പോൾ tier 2 ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് എക്സ്ട്രീം സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു എക്സാം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് ബാച്ച് എന്ന് വേണമെങ്കിൽ സൂപ്പർ ബാച്ചിന് നമുക്ക് പറയാം. അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓരോ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇപ്പോൾ CGL അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ എക്സാം ബേസ് ചെയ്ത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി പോകുന്നതായിരിക്കും സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് നിങ്ങൾ റിട്ടൺ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് മെഡിക്കലും DU ഒക്കെ കഴിയുമ്പോൾ അവസാനം വരുന്ന സ്റ്റേജാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നതാണ് മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ റേസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാംസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം, എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ എക്സ്പേർട്സ് നിങ്ങളെ റീച്ച് ചെയ്യും, അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇനി സെഷനിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഫോർ ആക്യുറേറ്റ്ലി മെഷറിംഗ് വെരി സ്മോൾ ഇൻ്റർവെൽസ്. വളരെ ചെറിയ ഇൻ്റർവെൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 4 എണ്ണത്തിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഓപ്ഷൻസ് ഓക്കെ. പൾസേഴ്സ്, ക്വാർട്സ് ക്ലോക്ക്, അറ്റോമിക് ക്ലോക്സ്, വൈറ്റ് ഡ്വാർഫ്. അറ്റോമിക് ക്ലോക്സ് ആണ് ഉത്തരം വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കാം. അറ്റോമിക് എന്ന് പറയുമ്പോൾ തന്നെ ടു ദ ബേസിക് ലെവൽ, വളരെ ബേസിക് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഇവിടെയും വെരി സ്മോൾ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഇൻ്റർവെൽസ് മെഷർ ചെയ്യാൻ നമുക്ക് അറ്റോമിക് ക്ലോക്ക്, അങ്ങനെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിച്ച് വെക്കാം, കൺഫ്യൂഷൻ വരാതെ. വെരി സ്മോൾ എന്ന് വരുമ്പോൾ മാക്സിമം ലെവലിലേക്ക് വളരെ ചെറുത്. അപ്പോൾ അറ്റോമിക് ക്ലോക്സ് ആയിരിക്കും വെരി സ്മോൾ ഇൻ്റർവെൽസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ അറ്റ്മോസ്ഫിയറിക് ലെയർ റിഫ്ലക്റ്റിംഗ് റേഡിയോ വേവ്സ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ പല ലെയേഴ്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ് ലെയേഴ്സ് എന്ന് പറയുന്നത്? സ്റ്റാർട്ടിങ് വിത്ത് ടോപ്പോസ്ഫിയർ, പിന്നെ വരുന്ന ഏതാ? സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത ക്വസ്റ്റ്യനിൽ ഓസോൺ കാണപ്പെടുന്ന ഏത് ലെയറിലായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? അത് സ്ട്രാറ്റോസ്ഫിയറിലാണല്ലേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റേഡിയോ വേവിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന ലെയർ ഏത് എന്നാണ് ചോദ്യം. നമ്മുടെ ഭൂമി കാണുന്നത് ടോപ്പ് മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ലാൻഡ് കാണുന്നത് ടോപ്പോസ്ഫിയറിലാണ്. അതിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ എവിടെ വെച്ചായിരിക്കും റേഡിയോ വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്? എവിടെ വെച്ചായിരിക്കും? അയണോസ്ഫിയറിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന അയണോസ്ഫിയറിൽ വെച്ചിട്ടാണ് റേഡിയോ വേവ്സ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന കാരണമാണ് നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയി വരുന്നത്. അപ്പോൾ ആലോചിച്ച് വെക്കുക, റേഡിയോ വേവ്സ് വരുന്നുണ്ടെങ്കിൽ അയണോസ്ഫിയർ ഓർക്കുക, ഓസോൺ വരുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ആലോചിച്ച് വെക്കുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടേം ഐസോനെഫ് ഇൻഡിക്കേറ്റ്സ് ദ ലൈൻസ് ഓഫ് ഈക്വൽ ഡാഷ്. ഈക്വൽ ലൈൻസ് അല്ലെങ്കിൽ ഈക്വൽ എന്തോ ഡോട്ട്സിന് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു ലൈനിന് ഐസോനെഫ് എന്ന് പേര് പറയും. അത് എന്തിനാ പ്ലോട്ട് ചെയ്യുന്ന ലൈനാണ്? അതിൻ്റെ ഓപ്ഷൻസ് ഓക്കെ. ക്ലൗഡിനെസ്, സലൈനിറ്റി, റെയിൻഫോൾ, പ്രഷർ. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഏത് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദീസ് 4 ഏതിനെ പ്ലോട്ട് ചെയ്യുന്നതാണ് ഐസോനെഫ് എന്ന് പറയുന്നത്? ഏതാണ് ഉത്തരം വരുന്നത്? ക്ലൗഡിനെസ്സിനെ പ്ലോട്ട് ചെയ്യുന്നതാണ് ഐസോനെഫ് എന്ന് പറയുന്നത്. ഒരേ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ക്ലൗഡിനെസ് ഉള്ള പല പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനിന് പറയുന്ന പേര്, അത് എന്തുവാണ്? ഒരു മീറ്റിംഗ് ലൈൻ എന്ന് പറയുന്ന ആ ലൈനിന് പറയുന്ന പേരാണ് ഐസോനെഫ്. ദ ലൈൻ ഡ്രോൺ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ക്ലൗഡിനെസ്, അതിനെയാണ് ഐസോനെഫ് എന്ന് പറയുന്നത്. ഇനി ഐസോലിൻ എന്ന് പറഞ്ഞൊരു പ്ലോട്ടിംഗ് ലൈനും കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാവോ? പല എലിവേഷനുള്ള പോയിന്റ്സ്, പല എലിവേഷനിൽ വരുന്ന ഈക്വൽ എലിവേഷനുള്ള പല പോയിന്റ്സിനെ നമ്മൾ മാപ്പിൽ പ്ലോട്ട് ചെയ്യാറുണ്ട്, കോണ്ടൂർ ലൈൻസ് പോലെ നമ്മൾ വരയ്ക്കാറുണ്ട്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരുന്ന ലൈനാണ് ഐസോലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ഈ ഐസോനെഫിൻ്റെ കൂടെ ഐസോലിനും കൂടെ ആലോചിച്ച് വെക്കുക. ഐസോനെഫ് പോയിന്റ്സ് ഓഫ് ഈക്വൽ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ക്ലൗഡിനെസ് ആണെങ്കിൽ ഈക്വൽ എലിവേഷനുള്ള പോയിന്റ്സിനെ മാപ്പിൽ കോണ്ടൂർ ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതിന് എന്തെന്ന് പറയും? ഐസോലിൻ എന്ന് പറയും.
ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തേ. Which of the following laws validates the statement that energy can, ഇവിടെ ഒരു വേർഡും കൂടെ ഉണ്ട് കേട്ടോ, എനർജി, സോറി എനർജി അല്ല, മാസ് can neither be created nor be destroyed. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. Which of the following laws validates the statement that mass can neither be created nor be destroyed എന്നൊരു സ്റ്റേറ്റ്മെന്റ് വാലിഡേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന നാലെണ്ണത്തിൽ ഏത് ലോസ് ആണ്? ഓക്കെ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഓസ്മോസിസ്. ഏതായിരിക്കും? മാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഈ ലോ പറയുന്നത്. എന്താണ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. സപ്പോസ് എനർജി ആയിരുന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നേനെ? എനർജി ക്യാൻ നൈദർ ബി കൺവേർട്ടഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റേ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായിരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോ ഓഫ് ഓസ്മോസിസ്? ലോ ഓഫ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ, സോൾവെന്റിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടത്തേക്ക് ഒരു ലോ കോൺസെൻട്രേഷൻ, ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ സൊല്യൂട്ട് കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് ഫ്ലോ ചെയ്യും. ഏത് വഴി? ഒരു സെമി പെർമിയബിൾ മെംബ്രൈൻ വഴി. ഫ്രം എ ലോ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ to a high solute concentration through a semi permeable membrane. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോസിസിൽ സെമി പെർമിയബിൾ മെംബ്രൈൻ, ഇതും ഈ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഏത് മെംബ്രൈൻ വഴിയാണ് ഓസ്മോസിസ് പോസിബിൾ ആവുന്നത്? സെമി പെർമിയബിൾ മെംബ്രൈൻ. അതും കൂടെ ആലോചിച്ച് വെക്കുക. ഓക്കെ ആണോ? ഇനി ലേ ഷാറ്റ്ലിയർ പറയുന്ന ഒരു ഇക്വിലിബ്രിയം ഷിഫ്റ്റിനെ പറ്റിയാണ്. ഒരു ചേഞ്ച് ഇൻ കണ്ടീഷൻസ് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയത്തിനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഷിഫ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഇക്വിലിബ്രിയം അതിൻ്റെ പൊസിഷൻ മാനേജ് ചെയ്ത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ലീ ഷാറ്റ്ലിയേഴ്സ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പറഞ്ഞേക്കുന്നത് മാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ലാംബേർട്ട്സ് ലോ ഇസ് റിലേറ്റഡ് ടു വാട്ട്? ലാംബേർട്ട്സ് ലോ എന്ന് പറയുന്നത് ഈ പറയുന്ന നാലെണ്ണത്തിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫെറൻസ്, ഇലൂമിനേഷൻ. ഏതായിരിക്കും? നമ്മൾ റിഫ്ലക്ഷനും ഇന്റർഫെറൻസ് ഒക്കെ കഴിഞ്ഞ 3 ടോപ്പിക്സിൽ നല്ലോണം ഡിസ്കസ് ചെയ്ത് വന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ ലാംബേർട്ട്സ് ലോ നമ്മൾ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായിരിക്കും ഇവിടെ വരുന്ന ഓപ്ഷൻ? ലാംബേർട്ട്സ് ലോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ലോ ആണ്. അവിടെ വരുന്നത് ഏതായിരിക്കും? ഇലൂമിനേഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇലൂമിനേഷൻ ആണ് ലാംബേർട്ട്സ് ലോ ആപ്ലിക്കബിൾ ആവുന്ന ഒരു പ്രിൻസിപ്പിൾ, ഫിസിക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഈ ലാംബേർട്ട്സ് ലോ? ലാംബേർട്ട്സ് ലോ എന്ന് പറയുന്നത് ഈക്വൽ പാർട്സ് ഓഫ് ലൈറ്റ് ഇസ് ബീങ് അബ്സോർബ്ഡ് ബൈ എ മീഡിയം എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ആണോ ആ മീഡിയത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് അതും ഈക്വൽ പാർട്ട് ആയിട്ട് അതിൻ്റെ അകത്തുള്ള ഡെഫിനറ്റ് പാർട്സ് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈക്വൽ പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം ഈക്വലി അബ്സോർബ്സ് ആൻ ഈക്വൽ ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിൻ്റെ അകത്ത് എത്ര ലൈറ്റ് എൻട്രി ആവുന്നോ അതിന് ഈക്വൽ ആയുള്ള പാർട്ടിക്കിൾസ് ആ ലൈറ്റ് അതിൻ്റെ അകത്ത് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഈക്വൽ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾസ് അതിനെ പറയുന്നതാണ് ലാംബേർട്ട്സ് ലോ. അപ്പം ഇലൂമിനേഷൻ എന്ന് പറയുന്നത് ആ ഇലൂമിനേറ്റ് ചെയ്യുക, നമ്മളൊരു പാത്ത് ഇലൂമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആ പാത്തിനെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള പാർട്ടിക്കിൾസ് ആ കൊടുക്കുന്ന അതേ അളവിൽ എന്ത് ചെയ്യും? ലൈറ്റ് അബ്സോർബ് ചെയ്യും. അതിനെയാണ് ലാംബേർട്ട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ലാംബേർട്ട്സ് ലോ ഇലൂമിനേഷനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ആണ് അവിടുത്തെ മെയിൻ പോയിന്റ് വരുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? മാറ്ററിന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? സോളിഡ്, ലിക്വിഡ്, gaseous and the fourth state is plasma. അല്ലേ? പ്ലാസ്മയാണ് ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്? പ്ലാസ്മ ആയിരിക്കും. ഇപ്പോൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? വേപ്പറാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എടുക്കുന്ന മാറ്റർ ഈ സ്റ്റേജസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഏതായിരിക്കും? ഈ ഒരു ഫോർമുല കേട്ടിട്ടുണ്ടോ? കൂളംബ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു S. എന്താണ് A? എന്താണ് S? C എന്ന് പറയുന്നത് കൂളംബാണ്, A എന്ന് പറയുന്നത് ആംബിയറും S എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ സെക്കൻഡ്സും ആണ്. അപ്പോൾ കൂളംബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണ്. എന്താണ് ഒരു കൂളംബ്? ഒരു കൂളംബ് എന്ന് പറയുന്നത് 1 ആംപിയർ ഓഫ് കറണ്ട് ബീങ് ട്രാൻസ്ഫേർഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ 1 ആംപിയർ യൂണിറ്റ് കറണ്ട് അതിൽ കൂടെ പാസ് ആയി പോയാൽ അതിൻ്റെ ഇലക്ട്രിക് ചാർജ് നമ്മൾ ഒരു കൂളംബാണെന്ന് പറയും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു 1 ആംപിയർ ഓഫ് കറണ്ട് ആൻഡ് പെർ യൂണിറ്റ് 1 സെക്കൻഡ് ടൈം
അതിൽ കൂടെ പോണ ചാർജ് 1 കൂളം എന്ന് നമുക്ക് പറയാം. C is equal to A as ഈ ഫോർമുല ഓർത്ത് വെക്കുക. അതുപോലെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കൂളംബാണ്. ബാക്കി നമുക്ക് ആംപിയർ കെൽവിനൊക്കെ നമുക്കറിയാം, ESG ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? കൂളംബ് മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾ പോയിന്റ് പെൻ ഫങ്ഷൻസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. നമ്മൾ ബോൾ പോയിന്റ് പെൻ വെച്ച് എഴുതുമ്പോൾ എന്ത് പറ്റും? മഷി നമ്മൾ എഴുതുന്ന അനുസരിച്ച് അതിന് ആസ് യൂഷ്വൽ വന്നുകൊണ്ടിരിക്കും, നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലോ സംഭവിക്കുന്നത്? ഇങ്ക് കറക്റ്റായിട്ട് നമ്മൾ എഴുതുന്ന പേപ്പറിലേക്ക് അത് വരുന്നത് എന്ത് പ്രോസസ്സ് വഴിയാണ്? ഏത് പ്രോസസ്സ് വഴിയാണ്? വിസ്കോസിറ്റി, ബോയ്ൽസ് ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സർഫസ് ടെൻഷൻ. ഉത്തരം വരുന്നത് സർഫസ് ടെൻഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഒരു തുള്ളി എണ്ണ വെള്ളത്തിൽ വീഴുമ്പോൾ ഒരു പാച്ച് അല്ലെങ്കിൽ ഒരു ഷീറ്റ്, ഒരു ചെറിയൊരു ലെയർ പോലെ ക്രിയേറ്റ് ആകും. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ ഓയിലിനേക്കാൾ വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ സർഫസ് ടെൻഷൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ്, ബോൾ പോയിന്റ് പെന്നിൽ നിന്ന് ഒരു ഫിക്സഡ് സർഫസ് ടെൻഷനിലാണ് ഇങ്ക് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ലീക്കേജ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ആവശ്യ സമയത്ത് കട്ട പിടിക്കാതെ ആവശ്യമുള്ള മഷി മാത്രം പേനയിലേക്ക് വരുന്നത് ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ബോൾ പോയിന്റ് പെന്നിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ ആലോചിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദ ഐ ഹാവിങ് ദ ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും അധികമുള്ള ഐ പാർട്ട് ഏതാണ്? കോണിയ, അക്വസ് ഹ്യൂമർ, ലെൻസ്, വിട്രിയസ് ഹ്യൂമർ. ഏതായിരിക്കും? ലെൻസ് ആയിരിക്കും ഏറ്റവും അധികം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഐയുടെ പാർട്ട്. ഇനി സപ്പോസ് റിഫ്രാക്റ്റീവ് പവർ ആയിരുന്നു ക്വസ്റ്റൻ എങ്കിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, റിഫ്രാക്റ്റീവ് പവർ ആയിരുന്നു ക്വസ്റ്റൻ എങ്കിൽ എന്ത് വന്നേനെ? കോർണിയ വന്നേനെ. കോർണിയ നമുക്ക് അക്വസ് ഹ്യൂമർ എന്താണ്? ദ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഫ്ലൂയിഡ് കണ്ടന്റ് നമ്മൾ എവിടെ കാണപ്പെടും? കോർണിയയിൽ ഔട്ടർമോസ്റ്റ് ലെയറിൽ കാണുന്ന ആ ഒരു നനവിനാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതേപക്ഷം റെറ്റിനയ്ക്കും ലെൻസിനും ഇടയ്ക്ക് കാണുന്ന ആ ഒരു ഫ്ലൂയിഡ് മാറ്ററിനെയാണ് വിട്രസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് ഹാസ് ദി ഗ്രേറ്റസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതേസമയം കോർണിയ ആണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റീവ് പവർ ആയിരുന്നേനെ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ ബോയിൽസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ഇൻ ഹൈ ഹിൽസ്. വൈ? എന്തുകൊണ്ടാണ്? നമുക്കറിയാം യൂഷ്വലി വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിലിംഗ് പോയിന്റ്. പക്ഷേ നമ്മൾ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലോട്ട് പോകുമ്പോഴത്തേക്ക് യൂഷ്വൽ ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് മുന്നേ തന്നെ അല്ലെങ്കിൽ 100 വരെ എത്തണ്ട, അതിന് മുന്നേ വെള്ളം തിളയ്ക്കും. എന്തുകൊണ്ട്? ഓപ്ഷൻസ് ഓക്കെ. ഇറ്റ് ഈസ് കോൾഡ് ഓൺ ഹിൽസ്, ദർ ഇസ് ലെസ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ഹിൽസ്, ദർ ഇസ് ഡിക്രീസ് ഇൻ എയർ പ്രഷർ ഓൺ ദ ഹിൽസ്, ദർ ഇസ് ലെസ് ഓക്സിജൻ. നമ്മൾ ആദ്യം അറിയാനുള്ളത് എപ്പോഴാണ് വെള്ളം ബോയിൽ ചെയ്യുന്നതെന്നാണ്. വെള്ളം ബോയിൽ ചെയ്യുന്നത് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറിനേക്കാൾ ആ കണ്ടെയ്നറിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ അധികമാകുമ്പോഴാണ് അത് ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ എക്സസ് ആകുമ്പോഴാണ് വെള്ളം ബോയിൽ ചെയ്യുന്നത്. ഇനി ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഈ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കമ്പാരിറ്റീവ്ലി കുറവാണ്, ലോവർ പ്രഷറാണ്. അതുകൊണ്ട് തന്നെ 100 ആവുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അത്രയും ലിമിറ്റ് വരെ അതിന് പോകണ്ട, അതിന് മുന്നേ വെള്ളം തിളയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ലോ പ്രഷർ കാരണമാണ് എന്ത് പറ്റുന്നത്? ആ ഡിക്രീസ് ഇൻ പ്രഷർ കാരണമാണ് ബിഫോർ റീച്ചിങ് 100 ഡിഗ്രി ദ വാട്ടർ ബോയിൽസ്. അപ്പം റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദർ ഇസ് ഡിക്രീസ് ഇൻ എയർ പ്രഷർ ഓൺ ദ ഹിൽസ്. അല്ലാതെ കോൾഡ് ആയതുകൊണ്ടോ ലെക്സ് ഓക്സിജൻ ഉള്ളതുകൊണ്ടോ കാർബൺ ഡയോക്സൈഡോ ഒന്നുമല്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ ഇൻ ഹൈ ഹിൽസ് ഹാപ്പൻസ് ഡ്യൂ ടു ദ ലെസ് പ്രഷർ, ദ ഡിക്രീസ് ഇൻ എയർ പ്രഷർ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഓൺ ഹിൽസ് അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ ഏരിയാസ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് കുറച്ച് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പല ടോപ്പിക്സ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് ഫിസിക്സിൻ്റെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മളതിന് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാംസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു.